Okay, so the next topic is surface integrals. Okay, so double integral over sigma. Okay, sigma എന്ന് പറഞ്ഞാൽ സർഫസിന്റെ പ്രൊജക്ഷൻ ആണ്. f of xy z dx is equal to double integral over the region are f of xy g of xy into dou z by dou x the root of dou z by dou x the whole square plus dou z by dou y the whole square plus 1. Okay, ഇത് കുറച്ച് ലെങ്തി ഫോർമുലയാണ്. രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിക്കോളും. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് എപ്പോഴും ഇത് 3 വേരിയബിൾ ആയിരിക്കും, എക്സ് വൈ ഇസഡ് ആയിരിക്കും. നമ്മൾ അതിനെ 2 വേരിയബിളിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇപ്പൊ ഇവിടെ ഇസഡ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇസഡിന് പകരം ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞൊരു ടേം റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ആ ഇസഡ് എന്ന് പറഞ്ഞ ടേമിനെ മൊത്തത്തിൽ ഒഴിവാക്കി കളയാൻ നോക്കുക. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സർഫസ് ഇന്റഗ്രൽസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക, ആ റൂട്ടിനുള്ളിലുള്ള സംഭവം സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, സോ അതിനു വേണ്ടി നമുക്ക് എന്ത് വേണം, ഡോ ഇസഡ് അല്ലേ, അപ്പൊ നമുക്ക് ഇസഡിന്റെ വാല്യൂ വേണം. അതിനു വേണ്ടി തന്നിട്ടുണ്ട് ഇസ് ദ പോർഷൻ ഓഫ് ദി സ്ഫിയർ എന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആണ്. ഇവിടെ നമുക്ക് ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് ജസ്റ്റ് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇസഡിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് മതി, ഈ ഒരു പോർഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി ആദ്യം ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക, ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം റൂട്ടിന്റെ ഡിഫറൻസിയേഷൻ എന്താ, ഡിഫറൻസിയേഷൻ ഓഫ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് അല്ലേ. സോ 1/2 റൂട്ട് ഓഫ് ഈ സംഭവം ഇൻറ്റു നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല, ബ്രാക്കറ്റിനുള്ളിലുള്ള സംഭവത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 4 കോൺസ്റ്റന്റ് ആണ്, വൈയും കോൺസ്റ്റന്റ് ആണ്, ഇതിനെ മാത്രം ചെയ്താൽ മതി. സോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡിഫറൻസിയേഷൻ എന്താണ്, -2x അല്ലേ. അപ്പൊ അടിയിലുള്ള ടേം ഈ ടേം ക്യാൻസൽ ആയിട്ട് എന്ത് കിട്ടും, -x/√4 - x square - y square. ഈ ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, എക്സിന് പകരം വൈ ഇട്ട് കൊടുത്താൽ മതി. സോ -y/√4 - x square - y square എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, ഇതിന്റെ സ്ക്വയർ വേണം. ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ എക്സ് സ്ക്വയർ ആവും, ഈ മൈനസ് പോവും, ഇവിടെ ഈ മൈനസ് വൈയുടെ മൈനസ് പോവും, പിന്നെ ഈ റൂട്ടും ക്യാൻസൽ ഔട്ട് ആയി പോകും. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ കൊണ്ടുപോയി നമ്മൾ ഈ ഒരു സംഭവത്തിനുള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യാം, ഇനി നമ്മുടെ നോർമൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. ഒന്നെങ്കിൽ ഇതിന് എൽസിഎം എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമുക്ക് ഇതുപോലെ കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അതിന് അങ്ങനെ തന്നെ എടുത്തെഴുതാം, 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി ഇവിടെ നിന്ന് എക്സും ക്യാൻസൽ ആയി, വൈയും ക്യാൻസൽ ആയി. സോ മോളിൽ എന്തുണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 4. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താ, വെറും 2 എന്ന് എഴുതി. ഓക്കെ, അടിയിലുള്ളതിന്റെ സ്ക്വയർ റൂട്ട് ഞാൻ കളയുന്നില്ല. ഓക്കെ, കാരണം നമുക്കത് നമ്മളിനി ചെയ്ത് വരുമ്പോൾ ക്യാൻസൽ ഔട്ട് ആയി പോകും. ഇനി എന്ത് ചെയ്യാം, നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സംഭവത്തിലേക്ക് നോക്കുക. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇൻറ്റു ഇവിടെ എന്താണുള്ളത്, ഇസഡ്. ഞാൻ പറഞ്ഞു സർഫസ് ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഇസഡ് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി ഇസഡിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, √4 - x square - y square. അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇൻറ്റു ഡിഎസിന് പകരമാണ് നമ്മൾ എന്ത് എഴുതിയത്, ഈ ഒരു സംഭവം എഴുതിയത്. ഓക്കെ, ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ, അത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു √4 - x square - y square ഇതും ക്യാൻസൽ ഔട്ട് ആവും. നമുക്ക് ഫൈനലി ട്വൈസ് ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സാധാരണ സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് എന്ത് തന്നെയാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നൊക്കെ സ്ഫിയർ എന്നൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് എപ്പോഴും ഇതിനെ പോളാർ കോർഡിനേറ്റിലേക്ക് ചേഞ്ച് ചെയ്തേ പറ്റൂ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻ പോളാർ കോർഡിനേറ്റ് എന്താണ്, ആർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഡി എ എന്തായിട്ട് എഴുതാം, ആർ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതാം. ഇനി ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അബവ് ദി പ്ലെയിൻ ഇസഡ് ഇസ് ഈക്വൽ ടു 1. അതിന്റെ അർത്ഥം എന്താ, ഇസഡിന്റെ വാല്യൂ 1 ആയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ സ്ഫിയറിന്റെ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. അപ്പൊ ഇവിടെ ഈ ഒരു ഇസഡിന്റെ വാല്യൂ കൊണ്ട് ഇട്ട് കൊടുക്കുക. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു
4 minus 1 3 r x square plus y square എന്താണ് r square. So r square is equal to 3. r ന്റെ വാല്യൂ √3. ആ √3 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ദിസ് സ്ഫിയർ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ വെഡ്ജ് വരയ്ക്കുമ്പോൾ വെഡ്ജ് എവിടെ തൊട്ട് എവിടം വരെയാണ്? ഇവിടെ ബിറ്റ്വീൻ ഫസ്റ്റ് ഒക്ടന്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഫുൾ സ്ഫിയറിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ വരുന്നുണ്ട്. So theta varies from 0 to 2 pi and radius varies from 0 to √3. ഓക്കെ, അപ്പൊ നമുക്ക് ലിമിറ്റ് കിട്ടി. സോ ട്വൈസ് ഓഫ് ആദ്യം dr ആണ്. അപ്പൊ r ന്റെ ലിമിറ്റ് ഇട്ട് കൊടുക്കുക 0 to √3. പിന്നെയാണ് d തീറ്റ വരുന്നത്. എന്നിട്ട് വേണം d തീറ്റയുടെ ലിമിറ്റ് ഇടാൻ. ഇനി നമ്മൾ സാധാരണ സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ സിംപ്ലിഫൈ ചെയ്യാം. സോ r ക്യൂബ് എന്ന് പറഞ്ഞാൽ r⁴/4 0 to √3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന പോലെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. സോ ഫൈനലി നമുക്ക് നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 9 pi എന്ന് കിട്ടും. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.